യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. മാവോടു ചേർന്നിരുന്നാൽ ഭയമില്ലേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിയിടും. മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോടു പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. ഇരുളേറും രാത്രിയിൽ വഴിയേതെന്നറിയില്ല. തിരയുയരും യാമത്തിൽ തീരമൊന്നും കാണില്ല. ഒന്നു ഞാനറിയും, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവലായി. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. മാർവോടു ചേർന്നിരുന്നാൽ ഭയമില്ലേ. ഓരോ ചുവടും അത്ഭുതമേ, യേശു തരും അനുഭവമേ. നന്ദി ചൊല്ലി തീർക്കുവാൻ ആവതില്ല തെല്ലുമേ. ഇരവിലും പകലിലും യേശു എൻ്റെ പാലകൻ. വീട്ടിലെത്തുവോളം എന്നെ കൈവിടാത്ത സ്നേഹിതൻ. നിത്യസ്നേഹമേ, നിസ്തുല്യ സ്നേഹമേ, നിത്യതയോളം നിലനിൽക്കും ബന്ധമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. മാറോടു ചേർന്നിരുന്നാൽ ഭയമില്ലേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. മാറോടു ചേർന്നിരുന്നാൽ ഭയമില്ലേ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. പിൻപിലുള്ളത് മറന്നു. അപ്പോസ്തലൻ പറയാണ്, ഞാൻ ഒന്ന് ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നു മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടും. എന്നെയും നിങ്ങളെയും യേശു കർത്താവ് തിരഞ്ഞെടുത്തതാണ്. ഒരു പ്രത്യേക ദൗത്യത്തിനു വേണ്ടി വിളിച്ച് വേർതിരിച്ച് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന ലഭിച്ച് ഈ ഭൂമിയിലായിരിക്കുന്നവരാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യണം. പക്ഷെ നമ്മൾ ഈ ഭൂമിയിലെ കാര്യമല്ല ഇമ്പോർട്ടൻ്റ്, യേശു ക്രിസ്തുവിനോട് ചേരുന്നതാണ് ഇമ്പോർട്ടൻസ്. ക്രിസ്തുവിനോട് ചേരുവാനുള്ള ഒരു വാഞ്ച വിശ്വാസികളെ സംബന്ധിച്ചോളം എപ്പോഴും ഉണ്ടാകും. ഞാനും നിങ്ങളും അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ആ പ്രതികൂലത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിൽ മറഞ്ഞ് നിൽക്കണം. ഇവിടെ പറയാണ്, അപ്പോസ്തലൻ പറയാണ്, ക്രിസ്തുവിനോട് ചേരുവാനുള്ള പൗലോസിൻ്റെ വാഞ്ചയെക്കുറിച്ച് ഈ ഭാഗത്ത് പറയുന്ന ഭാഗമാണ്. എങ്കിലും എനിക്ക് ലാഭമായതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഇപ്പം ഛേദമെന്ന് എണ്ണുകയാണ്. അത്രയുമല്ല, അതെന്തിനു വേണ്ടിയാ? എൻ്റെ വിരുദ് നഷ്ടപ്പെടരുത്. ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം
ഞാൻ എപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ച് അറിയേണ്ടതിനും. എന്നിട്ട് പറയും, ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച്. എൻ്റെ ആഗ്രഹം എന്താ? വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ചു. ഞാൻ ഉപേക്ഷിക്കണം എന്താണ്? ചവറ എന്നെണ്ണുന്നു. എന്നിട്ട് അപ്പോസ്തലൻ പറയാം, ലഭിച്ചു കഴിഞ്ഞു എന്നോ ഇനി തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുക കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നേ ഉള്ളൂ. ഞാനിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും ആ ദേഷ്യത്തിലേക്ക് പോകാനായിട്ട് ഞാൻ ഓടുകയാണ്. എന്നിട്ട് പറയാണ്, അത്രയുമല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. എന്നിട്ട് പറയാം, സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ എന്ന് നിരൂപിക്കുന്നതുമില്ല. എന്നിട്ട് പറയാണ്, ഒന്ന് ഞാൻ എന്താ ഇപ്പം ചെയ്യുന്നത്? അപ്പോസ്തലൻ പറയാണ്, ഒന്ന് ഞാൻ ചെയ്യുകയാണ്, പിൻപിലുള്ളതൊക്കെ അങ്ങ് മറക്കുകയാണ്. എന്തിനാ? മുൻപിലുള്ളത് എനിക്ക് ദൈവം ഒരുക്കിയ കാര്യം കണ്ടുകൊണ്ട്, മുൻപിലുള്ളത് ആഞ്ഞുകൊണ്ട്, എന്താണ്? ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളി, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പരമവിളി എന്താ? ഈ ലോക ജീവിതമല്ല. ഈ ലോക ജീവിതം, അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഈ ലോക ജീവിതത്തിൽ നിങ്ങൾ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ ലോക ജീവിതത്തിലല്ല നമ്മുടെ ലക്ഷ്യം. കർത്താവ് ഒരുക്കുന്ന നിത്യമായ ഭവനമാണ്, കൈപ്പണിയല്ലാത്ത പാർപ്പിടമാണ്, കർത്താവിനോടൊപ്പം ഒന്നിച്ചുള്ള ആ താമസമാണ്. പിൻപിലുള്ളത് ഞാൻ മറക്കുകയാണ്. അതുകൊണ്ട് എന്തിനാ? മുൻപിലുള്ള ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളി, അതാണ് എന്നെക്കുറിച്ചുള്ള വിളി. ഈ ലോകത്ത് ഞാൻ ദൈവവേദനായി ജീവിക്കണം, ഒരു ശുശ്രൂഷകനായി ജീവിക്കണം, ഞാൻ ചെല്ലുന്നിടത്തൊക്കെ കാര്യങ്ങൾ ദൈവം ചെയ്യണം. പക്ഷേ ഇതിലൊക്കെ അപ്പുറം ഞാൻ ഈ ലോകത്തിൽ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാ? അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാവും, അത്ഭുതങ്ങൾ നടക്കും. പക്ഷേ യേശുവിൻ്റെ സ്നേഹം ഇല്ലാതെ, ക്രിസ്തുവിൽ മറയാതെ ഇത് ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ കർത്താവ് അന്ത്യന്യായദിവസത്തിൽ പറയും, ഞാൻ നിന്നെ അറിയുന്നില്ലെന്ന് പറയും. ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, ഞാൻ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി. അപ്പം കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ല. യെസ്, നാം ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി നിന്നു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാനോ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനോ നമ്മൾ കാപട്യം വെച്ചുള്ള ഒരു ലൈഫ് ക്രിസ്ത്യ ജീവിതം നയിച്ചാൽ നമ്മുടെ ലക്ഷ്യം നഷ്ടപ്പെടുത്തുന്നവരാണ്. നമ്മുടെ പരമവിളി ഇവിടെയല്ല. അതിനുവേണ്ടി അപ്പോസ്തലൻ പറയാണ്, ഞാൻ ചിലതൊക്കെ ഛേദമെന്ന് എണ്ണുകയാണ്. മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായിട്ട് ഞാൻ ഓടുകയാണ്. കൊരിന്ത്യർക്ക് 1 ലേഖനം 9 അധ്യായം അതിൻ്റെ 24 വാക്യത്തിൽ പറയാണ്, ഓട്ടക്കളത്തിൽ ഓടുന്നവരെങ്കിലും എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നു. ഒരാളെ എന്ത് ചെയ്യുന്നുള്ളൂ? വിരുദ് പ്രാപിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? എന്നിട്ട് പറയാം, നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവിൻ. അതുകൊണ്ട് അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിനും വർജനം ആചരിക്കുന്നു, അതോ അവൻ വാടുന്ന കിരീടവും നാം വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെ അല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാനും തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോസ്തലൻ പറയാം, എങ്ങനെയും എനിക്ക് ആ വിരുദിലെത്തണം, അതിനുവേണ്ടി ഞാൻ ഓടുകയാണ്. ഒത്തിരി ആളുകൾ ഓടുന്നുണ്ട്, പക്ഷെ വിരുദ് പ്രാപിക്കണം. അത് പ്രാപിക്കാൻ തക്കവണ്ണം ഓടണം.
ഓടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഓടണം? നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവേശുവിൻ്റെ പരമവിളിയുടെ വിരുദിനായിട്ട് ഓടണം. ക്രിസ്തുവിൽ മറഞ്ഞോടണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൽ ഇന്ന് കർത്താവെ ഒന്ന് ഞങ്ങൾ ചെയ്യുന്നു, പിൻപിലുള്ളത് മറക്കുകയാണ്. എന്തിനായി കർത്താവെ ഞങ്ങൾ മറക്കുന്നു? മുമ്പിലുള്ളത് ആഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിലേക്കൂടെ ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. കേൾവിക്കാരായ ഞങ്ങൾക്ക് ഇന്ന് അതിന് പറയുന്നവർക്കും ഒരുപോലെ അതിന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിന് അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടി യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോടു ചേർന്നിരുന്നാൽ ഭയമില്ലേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിയിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല, അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി.